ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്നത്തെയും പോലെ തന്നെ സ്കിൻ വൈറ്റനിങ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഇത് അത്യാവശ്യം എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഒരുപാട് സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ തക്കാളിയാണ്. വലിയ തക്കാളിയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതിയിൽ കുറച്ച് കൂടുതൽ മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഇത് രണ്ടും കൂടി വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരിക. പിന്നെ അതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ മാത്രം അതിൻ്റെ ഒരു പേസ്റ്റ് എടുക്കുക. അതിൻ്റെ നീരൊന്നും എടുക്കാനൊന്നും നിൽക്കണ്ട, അത് സെയിം അതേപോലെ തന്നെ അങ്ങ് എടുത്താൽ മതി. പിന്നെ വേണ്ടത് നമുക്ക് തിളപ്പിക്കൊന്നും ചെയ്യാത്ത പാലാണ് കേട്ടോ. പാല് ഒരു 2 ടേബിൾ സ്പൂണോളം പാല് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്ത സാധനങ്ങളെല്ലാം നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും ബ്രൈറ്റനിങ്ങിനും അതേപോലെ തന്നെ സ്കിന്നിന് നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ടും എല്ലാം സഹായിക്കുന്ന നല്ലൊരു സാധനങ്ങളാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. 1 ടേബിൾ സ്പൂണ് കട്ട തൈരും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഓട്സിൻ്റെ പൗഡറാണ് കേട്ടോ. ഓട്സിൻ്റെ പൊടി അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അതിന് മുന്നേ 1 ടേബിൾ സ്പൂണ് തേനും കൂടിയും വേണം കേട്ടോ. നമ്മളെ മുഖം നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തേന് വളരെ ഹെൽപ്ഫുള്ളാണ്. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മളെ ഫേസ് നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നേരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങളൊരു 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വേണം ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം നിങ്ങളിത് കഴുകിക്കളയുക. ഇനി അത്ര സമയം ഇല്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിലേക്ക് വെക്കുക. അതിനുശേഷം ഇത് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക. ഒരു ഇളം തണുപ്പുള്ള വെള്ളമാണെങ്കിൽ അത് നല്ലത്. ഇനി ഫ്രിഡ്ജൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പൈപ്പ് വാട്ടറിൽ തന്നെ ഇത് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഇതൊരു 25 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ വീക്ക്ലി 2 പ്രാവശ്യം ചെയ്യാമെന്നാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു പാക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു ഗ്ലോ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.